ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടം 33-ാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നവംബർ 20 വിശുദ്ധ എഡ്മണ്ട് രാജാവാണ് ഇന്നത്തെ അനുദിന വിശുദ്ധൻ. ആ വിശുദ്ധൻ്റെ കുഞ്ഞ് ജീവിതത്തിൻ്റെ ചിന്തയോടുകൂടെ ആരംഭിക്കട്ടെ. ഒരു രാജാവ് യേശുവിൻ്റെ നാമത്തെ പ്രതി രക്തസാക്ഷിയായി എന്നത് ഈ വിശുദ്ധനിൽ കാണുന്നൊരു പ്രത്യേകതയാണ്. രാജാവായ എഡ്മണ്ടാണ് രക്തസാക്ഷിയായത്. ദരിദ്രരുടെ പിതാവെന്നാണ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഈ വിശുദ്ധൻ അറിയപ്പെട്ടിരുന്നത്. വിധവകളുടെയും അനാഥരുടെയും അവശരുടെയും സംരക്ഷണമായി തീർന്ന ഒരു നല്ല വിശുദ്ധൻ. സങ്കീർത്തനം 68:5 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് എന്ന്. വിധവകളോടും അനാഥരോടും കാണിക്കേണ്ടത് സ്നേഹവും കരുതലുമാണെന്ന് കാണിക്കുന്ന വിശുദ്ധൻ. ജെറമ്യ പ്രവാചകനിലൂടെ കർത്താവ് മുമ്പേ ഇത് അരുളി ചെയ്തതാണ്. 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു: പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യരുത്. മാത്രമല്ല, മലാക്കി പ്രവാചകന്റെ പുസ്തകം 3:5 ഒരു താക്കീത് പോലും കർത്താവ് നൽകുന്നുണ്ട്: കർത്താവ് നിങ്ങളെ വിധിക്കാൻ അടുത്തു വരും, വിധവകളെയും അനാഥരെയും പീഡിപ്പിക്കുന്നവരെ. ഈയിടെ ക്രൊയേഷ്യൻ സിസ്റ്റർ സെലസ്റ്റീന ഗ്രാവിക്കിൻ്റെ ഐസ്ലാൻഡിലെ ശുശ്രൂഷയെക്കുറിച്ച് വായിക്കാനിടയായി. കൊടും തണുപ്പിനെ പോലും വകവയ്ക്കാതെ ദിവസവും 500ഓളം കിലോമീറ്റർ വിസ്തൃതിയുള്ള തൻ്റെ ഇടവകയിലെ വിശ്വാസികളെ കാണുവാൻ ദിവസം 4 മണിക്കൂർ ചെലവഴിക്കുന്ന ഒരു സിസ്റ്റർ. ഉൽപ്പത്തി പുസ്തകത്തിലെ നമ്മുടെ അടിസ്ഥാന ദൗത്യം എല്ലാം സൃഷ്ടിച്ച് സുരക്ഷിതത്വത്തിനായി കാവൽ പണിക്കായി സൃഷ്ടവസ്തുക്കളെ ഏൽപ്പിക്കുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1:28 സകലത്തിൻ്റെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നു. ഈ ആധിപത്യത്തിൻ്റെ റൂട്ട് വേർഡ് ഹീബ്രുവിൽ അർത്ഥം സ്റ്റുവർഡ്ഷിപ്പ് എന്നാണ്. കാവലാൾ പണി, അതായത് അനാഥരുടെയും ദരിദ്രരുടെയും സംരക്ഷകരാകാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ വിശുദ്ധൻ എഡ്മണ്ട്. ഇനി വിചിന്തനത്തിലേക്ക്. ഇന്നത്തെ ഒന്നാമത്തെ വായന വെളിപാട് പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ഈ ഭാഗത്ത് വ്യക്തികളെക്കാൾ സിംഹാസനം എന്ന വിഷയത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ നമ്മുടെ ദൈവമായ കർത്താവാണ്. ഈ കർത്താവ് വെളിപാട് 4:5 പറയുന്ന പോലെ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും പരിശുദ്ധനുമാണ്. അവിടുന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നത് 3 സ്വഭാവങ്ങളോടെയാണ്. ഒന്നാമതായി, ജീവന്റെ നാഥനായി കർത്താവ് സിംഹാസനത്തിലായിരിക്കുന്നു. രണ്ടാമതായി, ചരിത്രത്തിൻ്റെ നാഥനായി സിംഹാസനത്തിലായിരിക്കുന്നു. മൂന്നാമത്, ജനതകളുടെ വിധിയാളനായി സിംഹാസനത്തിലിരിക്കുന്നു. മറ്റൊരു കാഴ്ച കൂടെ വചനം പറയുന്നു. അത് കളർഫുള്ളായി അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. അത് സിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. ഈ മഹത്വത്തിൻ്റെ ചിന്ത യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:1-2 എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1:26-27 ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7:9 കാണുന്ന ചിന്തകളെ കോർത്തിണക്കിയതാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്നു: ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എസെക്കിയേൽ 1:26 നമ്മൾ വായിക്കുന്നുണ്ട്: അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിധാനത്തിനു മീതെ ഇന്ദ്രനീല കല്ല് പോലെയുള്ള ഒരു സിംഹാസനത്തിൻ്റെ രൂപം ഉണ്ടായിരുന്നു, മനുഷ്യൻ്റേതുപോലുള്ള ഒരു രൂപം അതിൽ ഇരിപ്പുണ്ടായിരുന്നുവെന്ന്. ദാനിയേൽ തൻ്റെ ദർശനത്തിലും ഇപ്രകാരം പറയുന്നുണ്ട് 7:9: ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി പുരാതനായവൻ ഉപവിഷ്ടനായി എന്ന്. അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വവും അധികാരവുമാണ് ഒന്നാം വായനയുടെ പ്രമേയം. ഹല്ലേലൂയ എന്ന വാക്ക് സ്തുതിപ്പിൻ്റെ പദം അവസാനിക്കാത്ത സന്തോഷത്തിൻ്റെ സങ്കീർത്തനവും അവസാനത്തെ സങ്കീർത്തനവുമായ 150-ാം സങ്കീർത്തനമാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനമായി ലഭിച്ചിരിക്കുന്നത്. ഓരോ ബലിയും സ്വർഗീയ ദൂതന്മാരും വിശുദ്ധരും എല്ലാവരും സ്തുതിക്കാൻ ഒരുമിച്ച് കൂടുന്ന സംഗമവേദിയാണ്. ആഫ്രിക്കൻ ജനതകളുടെ സാംസ്കാരികപരമായൊരു ഡാൻസ് ഈയിടെ കാണുകയുണ്ടായി. അവർ സാംസ്കാരികമായി വേഷഭൂഷാദികൾ അണിഞ്ഞ് തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുന്ന സുന്ദരമായ രംഗം അത് ദിവ്യബലിയുടെ മധ്യത്തിലാണ് കണ്ടത്. നമ്മുടെ സന്തോഷം കർത്താവിനെ സ്തുതിച്ച് പ്രകീർത്തിക്കുന്നതിലാകാൻ സങ്കീർത്തകൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 11 മുതൽ 27 വരെയുള്ള തിരുവചനമാണ് എടുത്തിരിക്കുന്നത്. തൻ്റെ യാത്രാ വിവരണത്തിൻ്റെ സമാപനത്തിൽ താലന്തിൻ്റെ ഉപമ കൊണ്ടുവയ്ക്കുകയാണ് ലൂക്കാ സുവിശേഷകൻ. 2 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. 1, കർത്താവ് ജെറുസലേമിന് അടുത്തെത്തിയിരിക്കുന്നു തൻ്റെ യാത്രയിൽ. 2, ജെറുസലേം അവിടുത്തെ പീഠാസഹനത്തിൻ്റെ മരണത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഇടമാണ്.
ഈ ഭാഗം ലൂക്ക സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 37 കാണുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രമേയത്തിൻ്റെ ഒരു ശരിയായ തെളിച്ചം നൽകുന്ന ഭാഗമാണ്. താലന്തിൻ്റെ ഉപമ മത്തായി 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യവുമായി ബന്ധമുണ്ട്, സാമ്യമുണ്ട്. പക്ഷേ ലൂക്ക സുവിശേഷത്തിൽ മാത്രം മത്തായിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി പോകുന്നുവെന്ന് ഇവിടെ മാത്രമാണ് കാണുന്നത്. സിംഹാസനവുമായി ബന്ധപ്പെട്ട ഒരു ഉപമ കൂടിയാണ് ഉപമയായാണ് ലൂക്ക ഈ ഉപമയെ അവതരിപ്പിക്കുന്നത്. നമ്മൾ അവിടെ ഒരു നാണയം എന്ന് പറയുന്നത് ഒരു പൗണ്ടാണ്. ഒരു പൗണ്ട് എന്നത് അത്ര വലിയ എമൗണ്ട് ഒന്നുമല്ല. ഒരു താലന്തിൻ്റെ 16-1 മാത്രമാണ്. ഇതിൻ്റെ അർത്ഥം ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ആ നാണയത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. ലൂക്കായുടെ യാത്രാ വിവരണത്തിൽ ഈ നാണയത്തിൻ്റെ ഉപമ വച്ചിരിക്കുന്നത് ലൂക്കായുടെ സഭാ സമൂഹത്തിൻ്റെ ഒരു ദർശനം സൂചിപ്പിക്കാനാണ്. ഈ യാത്ര തന്നെ സിംഹാസനത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ്, മഹത്വത്തെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ്. കർത്താവിൻ്റെ യാത്ര സിംഹാസനത്തെ, ജെറുസലേമിലേക്കുള്ള ആ ഒരു യാത്ര സിംഹാസനത്തെ, തൻ്റെ മഹത്വത്തെ ലക്ഷ്യം വെച്ചുകൂടി ഉള്ളതാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. യേശുവിനെ പ്രവാചകനായി യാത്രാ വിവരണത്തിൻ്റെ ആദ്യ ഭാഗത്ത് വരച്ചുകൊണ്ടാണ് ലൂക്ക ഈ ഒരു യാത്രാ വിവരണം തുടങ്ങുന്നത് തന്നെ. മറിച്ച് ആ ഒരു ദർശനം മാത്രമല്ല നൽകുന്നത്, ആ ദൃശ്യം പ്രവാചകനായിട്ട് മാത്രമല്ല, മറിച്ച് മറ്റൊരു ചിത്രം കൂടി ലൂക്ക കൊടുക്കുന്നു. സിംഹാസനം, മഹത്വം ഭാവിക്കുന്ന ജെറുസലേമിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ഒരു രാജാവായും യേശുവിനെ ചിത്രീകരിക്കുകയാണ്. 2016 ഫ്രാൻസിസ് പാപ്പ ക്രിസ്തു രാജ തിരുനാളിന് മുമ്പുള്ള ഞായറാഴ്ച ദരിദ്രരുടെ ദിനമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ വർഷം 2024 അത് നവംബർ 17-നായിരുന്നു. ഫ്രാൻസിസ് പാപ്പ 1300 ദരിദ്രരായ ആൾക്കാർക്കൊപ്പം ഭക്ഷണത്തിനിരുന്നത് ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ മേശയ്ക്ക് ചുറ്റും വിരുന്നിനിരിക്കുന്ന നമ്മൾ ഒരു നാൾ സിംഹാസനസ്ഥനായ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും, ഇരിക്കേണ്ടി വരും എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടിയാണ് സുവിശേഷം. വിരുന്നിൻ്റെ മേശയും സിംഹാസനവും ധ്യാനിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതാണ് നമ്മുടെ ജീവിതമെന്ന് സുവിശേഷം വരച്ചു കാട്ടുന്നു. പ്രിയരെ, ഇന്നത്തെ വായനകൾ അത്യുന്നത ദൈവത്തെ, അവിടുത്തെ സിംഹാസനത്തെ, മഹത്വത്തെ ധ്യാനിച്ച് ഓരോ ദിവസവും സ്തുതിച്ച് പാടാം, നമിച്ചു പാടാം. പ്രപഞ്ചനാഥനെ എന്നുമെന്നുമേ എന്ന പ്രാർത്ഥനാ മന്ത്രം വിളിച്ചോതുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ചിന്തകളോടുകൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.